തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചർച്ചകളിൽ ചുറ്റിത്തിരിഞ്ഞ് UDF. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന അഭിപ്രായവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. വി.ഡി. സതീശനെ പിന്തുണച്ച് പ്രതികരണം നടത്തിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ AI ഗ്രൂപ്പുകൾ തള്ളി. ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ഉചിതമായ സമയത്ത് ചർച്ചയാകാമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണ് പിന്തുണയെന്ന് ആദ്യം പരസ്യമായി പറഞ്ഞത് കെ സുധാകരൻ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. വലിയ വിജയം ലക്ഷ്യമിടുന്ന കോൺഗ്രസിൽ അണിയറക്കരു നീക്കങ്ങൾ സജീവമെന്ന സൂചന നൽകുന്നതാണ് ഈ പ്രതികരണങ്ങളിൽ ജാഗ്രത വേണമെന്ന് നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വിവരം. അപ്പോൾ ഷിയാസിന്റെ ഒരു ശൈലിയാണത്. അത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശൈലിയാണ്. അത് ഷിയാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പ്രതികരണത്തിന് മുഹമ്മദ് ഷിയാസ് തയ്യാറായില്ല. ഫലം വരുന്നതിന് മുമ്പുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ജനം തള്ളുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പ്. അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. അനാവശ്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, കെട്ടിടം കെട്ടിയ ശേഷമല്ലേ നമുക്ക് ഫേർണിച്ചർ മേടിക്കാൻ ആവശ്യമുണ്ട്. എന്തിനാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഫേർണിച്ചറും കെട്ടിടമൊക്കെ മേടിക്കണം? വീട് കെട്ടട്ടെ. തന്റെ പേരിലുള്ള ചർച്ചകളിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെ: 25 ദിവസം ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കും എന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേസമയം അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന് മുതിർന്ന നേതാവ് KN ഖാദർ. അതൊരു പ്രശ്നമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഘാതമായിട്ട് UDFന്റെ സുഗമമായ ഒഴുക്കിന് വിഘാതമാകുന്ന ഒരു തരത്തിലുള്ള സമീപനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നാൽ ഉചിതമായ സമയത്ത് ഉപമുഖ്യമന്ത്രി പദത്തിൽ ഉൾപ്പെടെ ചർച്ചയാകാമെന്നാണ് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന്റെ നിലപാടും. 24 തിരുവനന്തപുരം, മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.